4-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ. ദൈവം ഏറ്റവും കൂടുതൽ നമ്മെ വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാവിനെയാണ്. നമ്മുടെ നാവിന് വരുന്ന വാക്കുകളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാവുന്നു. ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം പറയുകയാണ്, അനുഗ്രഹവും ശാപവും നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അപ്പോൾ വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ നാവ് തന്നെയാണ്, നമ്മുടെ വായ് തന്നെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ,